സ്കൂൾ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമെന്ന് യൂണിസെഫിന്റെ റിപ്പോർട്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പോലുള്ള സർക്കാർ ഇടപെടലുകളും കുട്ടികളുടെ ആരോഗ്യത്തിനും പോഷകാഹാര ലഭ്യതയ്ക്കും വേണ്ടി നടപ്പാക്കിയ സമഗ്രമായ പദ്ധതികളുമാണ് മികച്ച പ്രകടനത്തിന് അടിസ്ഥാനമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ ചേരുകയാണ്. സുലേഖ, ഒരു അന്താരാഷ്ട്ര ഏജൻസി ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായ യൂണിസെഫിൻ്റെ കണ്ടെത്തൽ കൂടിയാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. കേരളത്തിൻ്റെ മികവ് അത് അടിത്തട്ട് മുതലേ പടുത്തുയർത്തിയ വിദ്യാഭ്യാസത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സൗന്ദര്യമാണ്. എന്തൊക്കെയാണ് യൂണിസെഫിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്? അജിംഷാദ്, രാജ്യത്തെ 20.5 കോടി കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നതാണ് യൂണിസെഫിന്റെ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അതേസമയത്ത് കേരളത്തിൽ ഇതൊക്കെ തന്നെയും വിദ്യാർത്ഥികൾക്ക്, കുരുന്നുകൾക്ക് നൽകിക്കൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ യൂണിസെഫ് റിപ്പോർട്ടുമായി ബന്ധപ്പെടുമ്പോൾ ദേശീയ പശ്ചാത്തലവുമായി താരതമ്യം ചെയ്ത് കേരളം അതൊരു പ്രകാശ ഗോപുരമായി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൊഴിഞ്ഞുപോക്ക് നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറുന്നു എന്നുള്ളത് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലാണ് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് നിരക്ക് ഏറ്റവും കുറവ് എന്നത് അഭിമാനകരമായ നേട്ടം സംസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസ അവകാശം പ്രാവർത്തികമാക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ റിപ്പോർട്ട് എന്നതുകൂടി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കുട്ടികൾക്ക് പഠനം തുടരുന്നതിൽ വരുന്ന തടസ്സങ്ങൾ ദേശീയ തലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുമ്പോൾ കേരളത്തിൽ 1ാം ക്ലാസ്സിൽ ചേരുന്ന ഏതാണ്ട് എല്ലാ കുട്ടികൾക്കും യാതൊരു തടസ്സവുമില്ലാതെ 12ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ട് എന്ന റെക്കോർഡ്, അത് ആ നേട്ടവും കൂടി അതായത് പ്രത്യേകിച്ച് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ പൊതുവിദ്യാഭ്യാസ യജ്ഞം, അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ തുടർന്നു വന്ന സംഭവഗതികളെ കൂടുതൽ ഊർജ്ജവത്താക്കാനുള്ള ഇടപെടൽ ഒരു പ്രത്യേക പദ്ധതി പോലെ ഏറ്റെടുത്ത് നടപ്പാക്കിയതാണ് നവകേരള മിഷനുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ കൂടി ഗുണഫലങ്ങളെ ഏറ്റവും സമഗ്രമായി ഈ യൂണിസെഫ് അടയാളപ്പെടുത്തുന്നുണ്ട്, അല്ലേ സുലേഖ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പോലുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള സർക്കാർ ഇടപെടലുകളും ഒപ്പം കുട്ടികളുടെ ആരോഗ്യത്തിനും പോഷകാഹാര ലഭ്യതയ്ക്കും വേണ്ടി നടപ്പിലാക്കിയ സമഗ്ര പദ്ധതികളുമാണ് ഇത്തരത്തിലുള്ള മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനം എന്നത് തന്നെയാണ്. അക്കാദമിക് തീർച്ചയായും മുരുകിയൊലിക്കുന്നതല്ല, കേവലം പ്രചാരണങ്ങളിലും പോസ്റ്ററുകളിലും പ്രത്യക്ഷപ്പെടുന്നതല്ല. അടിത്തട്ട് മുതൽ പൊതുവിദ്യാഭ്യാസം, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം അത് മഹിമയുള്ളതാണ്, തിളക്കമുള്ളതാണ് എന്നിതാ നോക്കൂ യൂണിസെഫിന്റെ റിപ്പോർട്ടിൽ കൂടി പ്രതിഫലിക്കുകയാണ്. ചിട്ടയായ പ്രവർത്തനങ്ങളും സമഗ്രമായ കാഴ്ചപ്പാടുമാണ് ഈ വിധത്തിലേക്ക് പൊതുവിദ്യാഭ്യാസത്തെ ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് വി ശിവൻകുട്ടി ഇതിലൂടെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് സമഗ്രമായി സുലേഖ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.